കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഏതൊരു ക്വിസ് എടുത്താലും അതിലൊരു മാർക്കെങ്കിലും നമ്മൾ ഇന്നിടുന്ന ഈ ക്വിസിൽ നിന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിലെ നദികളെക്കുറിച്ചുള്ള ക്വിസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കേരളത്തിലെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. എത്ര കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുഴകളെയാണ് നദികളായി കണക്കാക്കുന്നത്? 15. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? പാമ്പാർ, ഭവാനി, കബനി. ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ കാലടി ഏതു നദീതീരത്താണ്? പെരിയാർ. ആലുവ പുഴ ചൂർണ, പൂർണ, ചൂർണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി പെരിയാർ. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ ഏതു മലമുകളിൽ നിന്നുമാണ് പെരിയാറിന്റെ ആദ്യ ഉത്ഭവസ്ഥാനം? ശിവഗിരി മല. ശിവഗിരി കുന്നുകളിൽ നിന്നുത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാറിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ പ്രധാന ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ആനമുടി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴ. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി പമ്പ നദി. ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം മൂലം പുണ്യനദിയായി അറിയപ്പെടുന്ന നദി പമ്പ നദി. ദക്ഷിണഗംഗ എന്ന് വിളിക്കപ്പെടുന്ന നദി ഏതാണ്? പമ്പ നദി. പമ്പ നദിയുടെ പ്രഭവസ്ഥാനം പീരുമേടിലെ പുളച്ചിമല. ആറന്മുള വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പമ്പ നദിയിൽ. കേരളത്തിലെ നദികളിൽ നീളത്തിന്റെ കാര്യത്തിൽ 4-ാം സ്ഥാനത്തുള്ള നദി ഏത്? ചാലിയാർ. കേരളത്തിലെ നദികളുടെ നീളത്തിന്റെ കാര്യത്തിൽ 5-ാം സ്ഥാനത്തുള്ള നദി ചാലക്കുടി പുഴ. കേരളത്തിലെ നയാഗ്ര എന്ന് അറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഏതു നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്? പമ്പ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി കബനി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പെരിയാർ.
സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി. കുന്തിപ്പുഴ. ഏത് നദിയിൽ നിന്നാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത്? ചാലിപ്പുഴ. ദക്ഷിണ ഭാഗീരഥി എന്നും ബാരിസ് എന്നും അറിയപ്പെടുന്ന നദി. പമ്പ. മാമാങ്കം ഏത് നദിയുടെ തീരത്തായിരുന്നു നടന്നിരുന്നത്? ഭാരതപ്പുഴ. ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അഞ്ചരക്കണ്ടി പുഴ. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. കേരളത്തിലെ മഞ്ഞപ്പുഴ എന്നറിയപ്പെടുന്ന നദി. കുറ്റിയാടിപ്പുഴ. ഇന്ത്യയിലെ ആദ്യ മണ്ണണക്കെട്ടായ ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി. കബനി. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ്? വളപട്ടണം പുഴ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. ചാലക്കുടി പുഴ. തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. പമ്പ. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി. ചാലിയാർ. പ്രാചീന കാലത്ത് കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി. കബനി. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. പാമ്പാർ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ 1940 ഏത് നദിയിലാണ് സ്ഥാപിച്ചത്? പെരിയാർ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി. ചെങ്കുളം. കല്ലട നദിയിൽ രൂപപ്പെടുന്ന വെള്ളച്ചാട്ടം. പാലരുവി. കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി. കുന്തിപ്പുഴ. എവിടെ വച്ചാണ് ചാലക്കുടിപ്പുഴ പെരിയാർ നദിയിൽ ലയിക്കുകയും പിന്നീട് അറബിക്കടലിൽ പതിക്കുകയും ചെയ്യുന്നത്? എറണാകുളം തൃശൂർ ജില്ലകൾക്കിടയ്ക്കുള്ള എളന്തിക്കര. കേരളത്തിൽ നടന്ന ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷണ സമരം. ചാലിയാർ സംരക്ഷണ സമരം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കല്ലട ജലസേചന പദ്ധതി. പുതിയ വീഡിയോകൾക്കായി കിഡ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.